നമ്മുടെ ഫസ്റ്റ് സെഷനിലേക്കാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ സ്കൂളുകളിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ആർട്ട് എന്ന് തന്നെ നമുക്ക് വിളിക്കാം, യോഗയാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഷൻ. മനസ്സും ശരീരവും ഏകാഗ്രമാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് സ്വാമി ഗുരുപാദ ശ്രുതാനന്ദപുരിയാണ്. ഏകദേശം 35 വർഷമായിട്ട് അമ്മയുടെ ശിക്ഷണത്തിൽ കഴിയുന്ന സന്യാസ ശ്രേഷ്ഠനാണ് സ്വാമി ഗുരുപാദ ശ്രുതാനന്ദപുരി. ആശ്രമത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗം നോക്കി നടത്തിയിരുന്ന സ്വാമി തന്നെയാണ് കേട്ടോ. അമൃത ആശുപത്രിയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും തുടക്കമിട്ടതും സ്വാമിയാണ്. വേസ്റ്റിൽ നിന്നും കമ്പോസ്റ്റ് എന്ന ആശയം അദ്ദേഹം തുടങ്ങി വച്ചു. ചെറുപ്രായം മുതൽക്കേ തന്നെ യോഗ പരിശീലിക്കുന്ന സ്വാമിജിയുടെ ശിക്ഷണത്തിൽ നിരവധി പേർ യോഗ അഭ്യസിച്ചു വരുന്നു. അമല ഭാരതം പദ്ധതിയുടെ ചുമതല വഹിച്ചിരുന്ന സ്വാമിയുടെ നേതൃത്വത്തിൽ 2011 മുതൽ 2017 വരെ ശബരിമല ശുചീകരണം നടന്നു. കേരളത്തിലെ മറ്റു ജില്ലകളിലെ ശുചീകരണം, അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ശുചീകരണം, അമ്മയുടെ ഭാരത പര്യടനത്തിലെ ദർശന ടോക്കണിൻ്റെ മേൽനോട്ടം എന്നീ ചുമതലകൾ വഹിച്ചു പോകുന്നത് സ്വാമിജിയാണ്. അമ്മയുടെ നിർദ്ദേശാനുസരണം സ്വാമി ജയിലുകളിൽ അന്തേവാസികൾക്കായിട്ട് യോഗ പഠിപ്പിച്ചിരുന്നു. കൂടാതെ ആശ്രമത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കും സ്വാമി സജീവമായി നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വാമിജിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുത്താലോ സ്വാമിജി? ഒപ്പം തന്നെ സ്വാമിജിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കാനായിട്ട് അമൃത ടിവിയുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ സാറിനെയും സ്വാമിജിക്ക് നല്ലൊരു സമ്മാനം നൽകാനായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മാമിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശിവയ. കുട്ടികൾ കാലുകൾ അകറ്റി വയ്ക്കുക, കൈകൾ ശരീരത്തിൽ നിന്ന് അകറ്റി വയ്ക്കുക, കൈകൾ ആകാശത്തേക്ക് തുറന്നിരിക്കട്ടെ, കണ്ണുകളടയ്ക്കുക, ശരീരം പൂർണ്ണമായും വിശ്രമം പ്രാപിക്കുന്നതായിട്ട് മനസ്സിൽ ഭാവന ചെയ്യാം. റിലാക്സ് യുവർ ഹോൾ ബോഡി. Let there be no tension, no fear, no anxiety in any part of the body. There is no movement in any part of the body except the air going in and out. ശരീരത്തിൽ യാതൊരു ചലനവുമില്ല. ശ്വാസം നേരിയ രീതിയിൽ ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകണം. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. ലെറ്റ് ദി എയർ ഗോ ഇൻ ആൻഡ് ഔട്ട്. റിലാക്സ് യുവർ ഹോൾ ബോഡി. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിലെണ്ണുക 9 ഓം ഉള്ളിലേക്ക്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ 9 ഓം പുറത്തേക്ക്. 8 ഓം ഉള്ളിലേക്ക്, 8 ഓം പുറത്തേക്ക്. വെറുതെ ശ്വാസം എണ്ണിയാൽ മതി. ജസ്റ്റ് കൗണ്ട് ദി ബ്രീത്തിങ്. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ടേക്ക് ദി എയർ. ജസ്റ്റ് കൗണ്ട്. 6 ഓം ഇൻ, 6 ഓം ഔട്ട്. 5 ഓം ഇൻ, 5 ഓം ഔട്ട്. Count till we reach 1. കാൽവിരലുകൾ സാവകാശം അനക്കുക. കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. Bring your legs together, hands to the sides of the body. Bend your left leg. ഇടത് കാല് മടക്കുക. Turns towards right. Let the knee touch the floor. Left knee touch the floor. Let the forehead touch the floor. And slowly come up and sit. Sit in Sukhasana. നമുക്ക് ആയാസം കുറഞ്ഞ രീതിയിൽ എഴുന്നേറ്റിരിക്കുക. Come up, come up. നട്ടലെന്ന് പറഞ്ഞിരുന്നേ. നമ്മൾ ഗുരുസ്മരണയോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. അമ്മയുടെ ധ്യാന ശ്ലോകം ചൊല്ലും. അത് പല കുട്ടികൾക്കും അറിയില്ല. അറിയാവുന്നുള്ളവർ ഇത് ഉറക്കെ ഏറ്റു ചൊല്ലുക.
കൈകൾ തൊഴുതു പിടിക്കൂ. ഉറക്കെ ആദ്യം ഓംകാരമന്ത്രം ജപിക്കണം. ഞാനിവിടെ ഒരു പ്രാവശ്യം ഓം ചൊല്ലും, അത് കഴിഞ്ഞിട്ട് ഉറക്കെ ഓം ചൊല്ലാം. ഓം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ് മുഴുവൻ ഇരുട്ടിൻ്റെ രൂപത്തിൽ പുറത്തു പോണതായിട്ട് ഭാവന ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഡീപ്പ് ഇൻഹലേഷൻ, ദെൻ ചാൻറ്റ് ഓ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഓ. ധ്യായാമോ ധവളാവഗുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗ വിലോകിനീം ഭഗവതീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃത വർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ഓം അമൃതേശ്വര്यै നമഃ. ഇനി യോഗയുടെ ആചാര്യൻ പതഞ്ജലി മഹർഷിയാണ്. അതേ പതഞ്ജലി മഹർഷിയാണ് സംസ്കൃത വ്യാകരണത്തിൻ്റെ ആചാര്യനും, സാൻസ്ക്രിറ്റ് ഗ്രാമർ. അതുപോലെ അദ്ദേഹം തന്നെയാണ് ആയുർവേദത്തിൻ്റെ ആചാര്യനും. അപ്പോൾ യോഗയുടെ അറിവ് നൽകിയതുകൊണ്ട് മനസ്സിൻ്റെ ശുദ്ധിയും, സംസ്കൃത ഗ്രാമറിൻ്റെ അറിവ് നൽകിയതുകൊണ്ട് ഭാഷയുടെ ശുദ്ധിയും, ആയുർവേദത്തിൻ്റെ അറിവ് നൽകിയതുകൊണ്ട് ശരീരത്തിൻ്റെ ശുദ്ധിയും നൽകിയ പതഞ്ജലി മഹർഷിയെ പ്രണമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കൈകൾ തൊഴുതു പിടിക്കൂ. ഓം യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിലാനതോസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ ഇങ്ങനെ പുറകിൽ വെച്ചിട്ട് ഇങ്ങനെ കാല് വെച്ച് കാലൊക്കെ ഇങ്ങനെ ഒന്ന് ആട്ടിയേ. റിലാക്സ്. നമ്മൾ ബീച്ചിലിരിക്കും പോലെ റിലാക്സ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. യോഗ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജോയിൻറ്റ് ലൂസനിങ് എക്സസൈസ്, നമ്മുടെ ജോയിൻറ്റ്സൊക്കെ ലൂസനിങ് എക്സസൈസ് ചെയ്യണം. അപ്പോൾ കാൽ വിരലുകൾ മാത്രം മുമ്പോട്ട് മടക്കുക. 1 പാദമല്ല, ഓൺലി ദി ടോസ് ഓഫ് ദി ഫീറ്റ്.
2, back. 3, 4, 5, 6, 7, 8. വെരി ഗുഡ്. ഇനി കാലൊന്ന് മുമ്പോട്ടാക്കിയേ. ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ഫോർവേഡ്. ബാക്ക്. 2. നന്നായിട്ട് പിറകിലോട്ട് വരട്ടെ. 3, 4, 5, 6, 7, 8. ഇനി വലത് കാലം മുമ്പോട്ടാക്കുക, ഇടത് കാലം പിറകിലേക്ക്. ഇനി ഇടത് കാലം മുമ്പോട്ടാക്കുക, വലത് കാലം പിറകിലേക്ക്. 1, 2, 3, 4, 5, 6, 7, 8. വെരി ഗുഡ്. ഇനി കാലിൻ്റെ തള്ളവിരലിലേക്ക് നോക്കിയേ. ഈ തള്ളവിരൽ കൊണ്ട് ഒരു വട്ടം വരയ്ക്കണം. മേക്ക് എ സർക്കിൾ വിത്ത് ഇറ്റ്. ബിഗ് ടോ. 1 ohm, 2 ohm, 3 ohm, 4 ohm. Opposite. 1 ohm, 2 ohm, 3 ohm, 4 ohm. കാലുകൾ അകറ്റി വയ്ക്കൂ. 1 ohm, 2 ohm, 3 ohm, 4 ohm. Opposite. 1 ohm, 2 ohm, 3 ohm, 4 ohm. Very good. Bring the legs together. വലത് കാലും മടക്കിയ ഇങ്ങനെ. 1. ഇങ്ങനെ ആവരുത്, ഇങ്ങനെ സ്ട്രൈറ്റ്. 2, 3, 4. കൈ ബാക്കിൽ വയ്ക്കും. കൈ ബാക്കിൽ വയ്ക്കും. അഗെയിൻ. 1, 2, 3, 4. 1, 2, 3, 4. കാലുകൾ അകറ്റി വെച്ചൊന്ന് റിലാക്സ് ചെയ്തേ. ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. ദീർഘമായിട്ടൊന്ന് ശ്വസിക്കുക. വീണ്ടും കാല് ചേർത്ത് വയ്ക്കൂ. നിവർന്നിരുന്നേ. വലത് കാല് മടക്കുക. എന്നിട്ട് വലത്തെ പാദം ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇടത്തെ തുടയുടെ മുകളിൽ വയ്ക്കുക. ബ്രിങ് ഇറ്റ് എബോവ് ദി ലെഫ്റ്റ് തൈ. ഓക്കെ. കൈ വലത് കാൽമുട്ടിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക. ഇൻഹേൽ, എക്സേൽ, ഡൗൺ, ഡൗൺ, ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. കാല് കുറച്ചുകൂടെ മുമ്പോട്ടാക്കി വെച്ചേ. വീണ്ടും ബ്രിങ് ഇറ്റ് മോർ ക്ലോസ്. ഓക്കെ. ഇനി ഇടത് കൈ കൊണ്ട് വലത്തെ പാദം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വലത് കൈ ഉയർത്തിയേ. വലത് കാൽമുട്ടിൽ വയ്ക്കുക. 1, 2, 3, 4. ഓക്കെ. 1, 2, 3, 4. ഓടിച്ചു കളയല്ലേ. 1, 2, 3, 4. ഓക്കെ. ബ്രിങ് ഇറ്റ് ബാക്ക്. റിലാക്സ്. കണ്ണുകൾ അടച്ചൊന്ന് റിലാക്സ് ചെയ്ത് ദീർഘമായിട്ട് ശ്വസിക്കുക. ഡീപ്പ് ഇൻഹലേഷൻ, ലോങ് എക്സലേഷൻ. ഓക്കെ. ഇനി ഇടത് കാല് മടക്കുക. വലത് കൈ കൊണ്ട് ഇടത്തെ പാദം ഇങ്ങനെ തിരിച്ച് വലത്തെ തുടയുടെ മുകളിൽ വയ്ക്കുക. ഓക്കെ. സിറ്റ് ഇറക്റ്റ്. നേരെ ഇറക്കുക. ഇടത് കൈ ഉയർത്തിയേ. ഇടത് കാൽമുട്ടിൽ പിടിക്കുക. ഇൻഹേൽ അപ്പ്. ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക. എക്സേൽ ഡൗൺ, ഡൗൺ, പുഷ് ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. അഗൈൻ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇനി കുറച്ചുകൂടെ അടുപ്പിച്ച് പിടിച്ചേ. പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഡോണ്ട് ബ്രേക്ക് ദി ലെഗ്. ഓക്കെ. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. Once more. 1, 2, 3, 4. And keep it straight. Okay. നമുക്ക് അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തുടങ്ങിയതിന് ശേഷം ലോകം മുഴുവൻ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ലോകം മുഴുവൻ അത് ആചരിക്കുകയും വലിയ പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ക്യാമ്പുകളിലൊക്കെ കുട്ടികളുടെ അടുത്ത് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല ഉത്തരങ്ങളാണ് പറഞ്ഞത്. നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കാൻ വിട്ടുപോകും. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെറിയ 2-3 കാര്യങ്ങൾ ചെയ്യാം. കൈ കാലുമടക്കിയിരുന്നേ.
അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ രാവിലെ എണീറ്റ ഉടനെ ബാത്റൂമിൽ പോയി. അപ്പം തന്നെ ഒരു കയ്യിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ആ കയ്യിലെ വെള്ളം കൊണ്ട് വയറിങ്ങനെ അമർത്തി തിരുമുക. നമുക്ക് 1/2 മിനിറ്റ് പോലും വേണ്ട. ഇങ്ങനെ ദിനചര്യയായിട്ട് ബന്ധപ്പെട്ട് ചില ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ യോഗ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മിസ്സാവാതിരിക്കും. സുഖാസനത്തിലിരിക്കുക, കയ്യിൽ വെള്ളം ഉണ്ടെന്ന് ഭാവന ചെയ്യുക. ഇമാജിൻ ദാറ്റ് ദർ ഈസ് വാട്ടർ ഇൻ യുവർ ഹാൻഡ്. വിത്ത് ദി ഹാൻഡ്, വിത്ത് ദി വാട്ടർ, ഗിവ് എ ഡീപ്പ് മസാജ് ടു ദി അബ്ഡമൻ. കണ്ണടച്ചേ ഇങ്ങനെ അമർത്തി തിരുമുമ്പോൾ വയറിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളിലൊക്കെ പ്രാണൻ്റെ ചലനം, ഒരു എനർജി മൂവ്മെൻ്റ് ഉണ്ടാകണം ഭാവന ചെയ്യാം. വീണ്ടും കൈ നിവർത്തിയേ. ഇമാജിൻ ദാറ്റ് ദർ ഇസ് വാട്ടർ ഇൻ ദി പാം. ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ പോരാ, വീട്ടിൽ ചെന്നിട്ട് വെള്ളം കൊണ്ട് തന്നെ തിരുമണം. വീണ്ടും അഗെയിൻ വിത്ത് ഡീപ്പ് മസാജ്. Again, once again, imagine that there is water in the hand. With the water, give a deep massage. എന്താ കാര്യം? ഈ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. വെള്ളം ഒരു ഔഷധമായിട്ടാണ് പ്രകൃതി ചികിത്സക്കാർ കാണുന്നത്. നമ്മുടെ എല്ലാ വികാരങ്ങളും നമ്മുടെ വയറിൽ പ്രതിഫലിക്കും. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ഹോർമോൺസ് ഉണ്ടാവും, വയറിൽ അഫക്റ്റ് ചെയ്യും. ഭയം വന്നാൽ ഹോർമോൺസ് ഉണ്ടാവും, വയറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നല്ല ദഹന വ്യവസ്ഥ, വയറ് ശക്തമായിരുന്നാൽ ആ വ്യക്തി വളരെ ശക്തനാണെന്നാണ് അർത്ഥം. എൻ്റെ ഗുരു പറയുമായിരുന്നു, മധ്യപ്രദേശിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ പ്രശ്നം കാണില്ല എന്ന്. വയറ് നല്ല ശക്തമാണെങ്കിൽ നമ്മുടെ ചിന്ത കറക്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2-3-4 പ്രാവശ്യം തടവുക. ചെയ്യോ? അത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളവർ കൈപൊക്കിയേ. ഓക്കെ, ചില കുട്ടികൾ എല്ലാവരും അത് ദിനചര്യയുടെ ശീലമാക്കുക. ഈ ചെറിയൊരു പ്രാക്ടീസ് തന്നെ നമുക്ക് അനന്ത ഫലം തരും. പിന്നെ പറ്റുന്നവർ അങ്ങനെ ഇരുന്നോ സുഖാസനത്തിന്. കൈ പൊക്കിയേ. ഈ തള്ളവിരൽ പുറകിൽ വയ്ക്കുക. എന്നിട്ട് പൊക്കിളിൻ്റെ 2 സൈഡിലും ഈ 4 വിരൽ കൊണ്ട് അമക്കുക. റിലീസ് ചെയ്യുക. വീണ്ടും പൊക്കിളിൻ്റെ മുകളിൽ റിലീസ് ചെയ്യുക. പൊക്കിളിൻ്റെ നടുവിൽ ലോവർ ബാക്ക് അബ്ഡമൻ, മിഡിൽ, അപ്പർ, എഗെയിൻ മിഡിൽ. ഈ ചുമ്മാ പൂച്ചയെ പിടിക്കും പോലെയല്ല, ഈ വിരൽ ഉള്ളിൽ പോണത് അറിയണം. ഫോക്കസ് അറ്റ് ദി ടിപ്പ് ഓഫ് ദി ഫിംഗർ ആൻഡ് യു ഫീൽ ദ ഫിംഗർ ഗോ ഇൻ ടു ദി അബ്ഡമൻ ആൻഡ് ദർ ഈസ് എ പ്രാണിക് മൂവ്മെൻറ്റ് ഇൻ ദി internal organs in the abdomen. Okay, lower stomach, middle, upper. കൈ റിലാക്സ് ചെയ്യുക. ദീർഘമായിട്ട് ശ്വസിച്ചേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ചെയ്യേണ്ട കാര്യമാണ്. 1, വെള്ളം കൊണ്ട് മസാജ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഒരു തോർത്തുകൊണ്ട് തുടയ്ക്കുക. തുടച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ബെഡിൽ വന്ന് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യണം. നമുക്ക് ശ്വാസം മുട്ടലുള്ളവർക്ക്, ആസ്മ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ? ശ്വാസം മുട്ടലുള്ള ആസ്മ കൈ താത്തിക്കും. ആസ്മയുടെ പ്രശ്നമുള്ളവരുടെ വയറ് സ്റ്റിഫായിരിക്കും. അവരുടെ വയറെപ്പോഴും സ്റ്റിഫായിരിക്കും. ഇത് ചെയ്യുമ്പോൾ നല്ല ഡൈജഷൻ ഉണ്ടാവുകയും നല്ല ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. ഇനി കാലിങ്ങനെ മടക്കി, ഇടത് കാലിങ്ങനെ മടക്കുക, വലത് കാലിങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ മുട്ടിലിരിക്കുക. ആർക്കെങ്കിലും മുട്ടിന് വേദനയുണ്ടെങ്കിൽ നേരത്തെ പോലെ സുഖാസനത്തിലിരുന്നാൽ മതി, നേരെ ഇരുന്നാൽ മതി. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ കാലിൻ്റെ അടിവശം വേദന ഇരിക്കും. ഈ വലത്തെ തള്ളവിരൽ ഇടത്തെ തള്ളവിരലിൻ്റെ മുകളിൽ വയ്ക്കുക. ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ചെറിയ വേദനയുണ്ട്, കുഴപ്പമില്ല. നോ പെയിൻ നോ ഗെയിൻ. ഓക്കെ, കൈമുട്ടി വെച്ചേ. ഇതാണ് വജ്രാസനം.
വജ്രാസനം. ഓക്കെ, കൈമുട്ടിൽ വയ്ക്കൂ. ദീർഘമായിട്ട് ശ്വസിച്ച് ഡീപ്പ് ഇൻഹലേഷൻ, ലോങ് എക്സലേഷൻ. അഗെയിൻ ഇൻഹേൽ, എക്സേൽ. ഇനി നിങ്ങൾക്ക് വളരെ പ്രയോജനം വരാവുന്ന ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ പവർഫുൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ മതി. അതിൽ പെൺകുട്ടികൾ വ്യത്യസ്തമായിട്ട് ചെയ്യണം, ആൺകുട്ടികൾ വ്യത്യസ്തമായിട്ട് ചെയ്യണം. എല്ലാവരും കൈപൊക്കിയേ. ഓക്കെ, തള്ളവിരലിങ്ങനെ മടക്കുക, 4 വിരലും ഇങ്ങനെ മടക്കുക. ഓക്കെ, ആദ്യം ആൺകുട്ടികൾ കൈ മുഷ്ടി ഇങ്ങനെ ചേർത്തിട്ട് പൊക്കിളിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക. ബ്രിങ് ഇറ്റ് ബിലോ ദി നേവൽ. ഓക്കെ ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. പെൺകുട്ടികൾ കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ വയറിൻ്റെ സൈഡിൽ വയ്ക്കുക. ഓക്കെ ഓക്കെ, മനസ്സിലല്ലേ? ആൺകുട്ടികൾ പൊക്കലിൻ്റെ അടിയിലും പെൺകുട്ടികൾ സൈഡിലും. ഇനി ചെയ്യാൻ പോണത് ശ്വാസം വിട്ടുകൊണ്ട് തല ഇങ്ങനെ കുനിയുക. എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോയാൽ മതി. അവിടെ 1 സെക്കൻഡ് നിൽക്കുക. എന്നിട്ട് മുകളിലേക്ക് വരുമ്പോൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, വി ക്യാൻ ഡു 10 times. ഓക്കെ, സിറ്റ് ഇറക്റ്റ്. വി ഡു ടുഗദർ. ഐ കൗണ്ട് 10. കം ഫോർവേഡ്. Stay there for a second. Slowly come up. Sit erect. Very good. Again 9. Come up. 8. മുകളിലേക്ക് വരുമ്പോൾ ശ്വാസം ശ്രദ്ധിക്കേണ്ട. മുകളിൽ വന്നിട്ട് നെഞ്ച് വിടർത്തി അങ്ങനെ 1 സെക്കൻഡ് ഇരിക്കണം. 7. Come up. Sit erect. Sit erect. ഒരുമിച്ച് ചെയ്യൂ. 6. Come up. Sit erect. Open the chest. 5. Come up. Together we do 4. Come up. 3. Come up. 2. Come up. 1. Come up. ഇനി കൈ പൊക്കിയേ. ഈ ചൂണ്ടുവിരൽ തള്ളവിരലിൻ്റെ നടുവിലുള്ള വരയിൽ തൊടണം. ഓക്കെ, മറ്റു 3 വിരലുകൾ ഒരുമിച്ചിരിക്കട്ടെ. ദി ടിപ്പ് ഓഫ് ദി forefinger ടച്ചിങ് ദി മിഡിൽ ലൈൻ ഓൺ ദി thumb ആൻഡ് ബ്രിങ് ഇറ്റ് ഡൗൺ. ഈ റിസ്റ്റ് കാൽമുട്ടിൽ വരട്ടെ. കൈകൾ നിവർന്നിരിക്കട്ടെ. ചിൻ സ്ലൈറ്റ്ലി ഇൻവേർഡ്. Wrist is coming to the knees, elbow straight and chin slightly inward. If these 3 conditions are satisfied, then the spine must be straight. കണ്ണടച്ചേ. എൻ്റെ പൊക്കിളിൻ്റെ അടിയിൽ ശ്രദ്ധിക്കണം. അവിടെ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്, അതിൽ ശ്രദ്ധിക്കണം. ആ പൊക്കിളിൻ്റെ അടിഭാഗത്ത് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും, നല്ല വ്യക്തിത്വം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഡീപ് ബ്രീത്ത്. ഓക്കെ, കാല് മാറ്റിയേ. കാലുകൾ അകറ്റി വയ്ക്കുക. ഇനി വീണ്ടും വജ്രാസനത്തിലേക്ക് വരൂ. നമുക്ക് കുറേ നേരം ഇരുന്ന് വായിച്ച് എഴുതി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ ഷോൾഡറിനൊക്കെ വേദന ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലൊരു ഊർജ്ജസ്വലത വരാൻ വേണ്ടി ഉള്ളൊരു പ്രാക്ടീസ്. ഓക്കെ, ഈ തലയുടെ കൈകൾ ഉയർത്തുക. തലയുടെ പിറകുവശം ഇങ്ങനെ തൊടണ്ട, വെറുതെ ഇങ്ങനെ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇത് അടുപ്പിച്ചേ. എക്സേൽ, ഇൻഹേൽ. ഓക്കെ, ഇൻഹേൽ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് അടുപ്പിക്കുക. എക്സേൽ.
Inhale. Exhale. 2 more times. Inhale. ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അടുപ്പിക്കാം. ഓക്കെ, കൈ താഴ്ത്തി വയ്ക്കൂ. നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ റിലാക്സ് ചെയ്യാൻ ഈ ഇത് സഹായിക്കും. വീണ്ടും കാല് നിവർത്തിയിരിക്കുക. ആ, കാലൊക്കെ ഇങ്ങനെ ആട്ടിയേ. റിലാക്സ് ചെയ്തേ. വെരി ഗുഡ്. ഞാനൊരു ചോദ്യം ചോദിക്കും. നമുക്ക് സമയം കുറവേ ഉള്ളതുകൊണ്ട് 10 കുട്ടികളൊക്കെ ഉത്തരം പറയാൻ പറ്റൂ. ആദ്യം പറയുന്ന കുട്ടിയൊക്കെ ചാൻസ് കിട്ടും. ആദ്യം പേര് പറയുക, ഏത് സ്കൂളാണെന്ന് പറയുക, പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അംബിഷൻ, നിങ്ങൾ ആരാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് യോഗ ലോകത്തിൽ ഇത്രയും പ്രചാരം നേടിയതെന്ന് നിങ്ങൾ കരുതുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഇത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറയാം. ഓക്കെ, 10 കുട്ടികൾക്ക് പറയാം. കൈപൊക്കുക, എണീക്കുക, പറയുക. ഓക്കെ. My name is Richard. I am studying. Your name is? Richard. Ah. I am studying in St. Joseph School. Okay. I become a champion. You want to be a Chess champion. chess champion. Okay. Okay. Then, why yoga is so popular? Yoga is so many exercises like this and stretching. Okay. Okay. There are a lot of stretchings in the yoga. Okay. Yes. Oh, very good. Kai adiche. Next. Second student. Okay. My name is Lakshmi. Lakshmi. Okay. I am studying in LFGHS Telakara. Okay. Uh, What's your ambition? I want to be a IAS officer. IAS officer. Okay. ഞാൻ വിചാരിക്കുന്നത് മൈൻഡിനും ബോഡിക്കും റിലാക്സേഷൻ കിട്ടുന്നതുകൊണ്ടാണ് യോഗ ഇത്രയും പോപ്പുലർ ആയതെന്ന്. Very good. Very good. Because yoga gives relaxation to body and mind. That's why it's become so popular. Okay. Next. My name is Ishan Girish and Name once again. Ishan Girish Okay. and I am studying in Holy Cross. Okay. I think yoga is No, your ambition. my ambition is to become a doctor. Okay. Okay. I think yoga is so relaxing and good for stretching muscles. Okay. Very good. Very good. Third, fourth student. My name is Nadan. Nadan. Okay. I am studying in MJDHS Kundangulam. Ah. My ambition is I want to become a doctor. Okay. I think the yoga is good for stretching and relaxation to mind and our bodies. Okay. Okay. Very good. Kai adiche. Fifth student. സാർ, എൻ്റെ പേര് ഈശ്വര മിനേൻ. Ah. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ GH ശ്രീകാര്യ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. Ah. എനിക്കൊരു IAS ഓഫീസർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. Ah. നമ്മുടെ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം പ്രകാരം ഇന്ത്യയുടെ തന്നെ ഒരു മുദ്രയായി കണക്കാക്കപ്പെടുന്ന ഒരു എക്സസൈസ് ആണ് യോഗ. Very good. Okay. അത് മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു എക്സസൈസ് രീതി കൂടിയാണ് യോഗ. അതെ. ആ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാൽ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരുപോലെ ഒരു കുളിർമ നൽകുന്ന ഒരു റിലാക്സേഷൻ ആകുന്ന ഒരു എക്സസൈസ് ആണ് യോഗ. വെരി ഗുഡ്. വെരി ഗുഡ്. അതിനാൽ നമ്മുടെ പുറം രാജ്യങ്ങളിലേക്ക് ഇത് വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ അതിപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത് തന്നെ. ഇപ്പോൾ അത് പല രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ രാജ്യങ്ങളിൽ ഇത് നമ്മുടെ എത്തുന്ന പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ യശസ് വർദ്ധിക്കുകയും യോഗയുടെ തന്നെ ഒരു പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. Very good answer. Okay. Sixth student. My name is Nila Arun. I am studying in SSGHS Kurnatukara. എൻ്റെ അംബീഷൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് ആവണമെന്നാണ്. എയർ ഹോസ്റ്റസ്. ഓ, വെരി ഗുഡ്. ആ. യോഗ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനും ബോഡിക്കും ഒരു റിലാക്സേഷൻ ആൻഡ് എ ഗുഡ് ഹാബിറ്റ്. ഓക്കെ. വെരി ഗുഡ്. വെരി ഗുഡ്. ഹെൽത്തി ഹാബിറ്റ്. വെരി ഗുഡ്. ഓക്കെ. Seventh student. My name is Adya. I am studying in Girls High School in Tirpunithara. I want to become a fighter pilot. What? Fighter pilot.
പൈലറ്റ്. ഓക്കെ. ഈ യോഗ നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. 8th സ്റ്റുഡൻറ്റ്. ഓക്കെ. My name is Manha Fatima. I am studying in 8th standard in Holy Ghost. I want to become CA. എൻ്റെ ഒരു ഇതിൽ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കിട്ടുമെന്നാണ്. ഓക്കെ. 9th സ്റ്റുഡൻറ്റ്. ഹലോ, ഞാനാണ് അമർനാഥ്. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. MET MHSS. എനിക്ക് എൻ്റെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ആവണമെന്നാണ്. വെരി ഗുഡ്. അപ്പോൾ എനിക്ക് ഈ യോഗ നല്ലതാണ് തോന്നുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഗ മനസ്സിനെയും ബുദ്ധിനെയും മാത്രമല്ല, ആ മനസ്സിനെ റീഷേപ്പ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. കൈയടിച്ചേ. എനിക്ക് മനസ്സിലായത് എൻ്റെ ചാച്ചൻ പണ്ട് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗയൊക്കെ എനിക്ക് വീട്ടിൽ പഠിപ്പിച്ചു തരും. അപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കുറച്ച് പഠിക്കണ കൂട്ടത്തിലായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കണതിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാച്ചൻ എന്നെ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും. അതെ. അപ്പോൾ അതൊരു ബെസ്റ്റ് വേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഫിസിക്കൽ ബാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി അത് കൂട്ടാൻ ഭയങ്കര ഇതുണ്ട്. എൻ്റെ കൈയൊക്കെ അസുഖം വന്ന് നടക്കുമ്പോൾ ഞാൻ യോഗ ചെയ്യാറുണ്ട്. എൻ്റെ ചാച്ചൻ യോഗ ചെയ്യിപ്പിക്കും. അപ്പോൾ അത് കാരണമാണ് എനിക്ക് യോഗ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നത്. വെരി ഗുഡ്. ലാസ്റ്റ് സ്റ്റുഡൻറ്റ്, വൺ മോർ സ്റ്റുഡൻറ്റ് ക്യാൻ ആൻസർ. My name is Ram Sharan K. I am studying Kulapati Munshi Bhavans Vidya Mandir. In this school, no? This okay, school. very good. My ambition is to become a automobile engineer. Automobile engineer, very good. Why yoga is so popular? Yoga is so popular because മോൻ എന്താണ് തോന്നുന്നത്? Why you want to study? എനിക്ക് റിലാക്സ് ചെയ്യാനായിട്ട്. Yes, yes. It gives much relaxation. Okay? Very good, very good. കൈയടിച്ചേ. യോഗ എല്ലാ കുട്ടികളും കഴിഞ്ഞ 2 കളിയിലൽപ്പം കാര്യത്തിലും കുട്ടികൾ വളരെ നല്ല അവബോധമുണ്ട് ഈ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആ അവബോധം ഉണ്ടായി. ശരിക്കു പറഞ്ഞാൽ 200ഓളം രാജ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് യോഗയുടെ പ്രചരണത്തിന് ചില അംബാസഡർമാരെ തിരഞ്ഞെടുത്തു. അവരെല്ലാം അവിടുത്തെ റെപ്യൂട്ടഡ് യോഗ ടീച്ചേഴ്സാണ്. അവിടെ രാജ്യത്ത് യോഗ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ട് അവസാനം നമ്മുടെ ആശ്രമത്തിലും അമ്മയുടെ ആശ്രമത്തിലും എത്തി. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ലോകത്തുള്ള എല്ലാ യോഗ ആചാര്യന്മാരും അവരുടെ ഗുരു ഒരു ഭാരതീയനാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. ഞാൻ ഭാരതീയനായ ഒരു ഇന്ത്യൻ ഗുരുവിൽ നിന്നാണ് പഠിച്ചത്. ദേ ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. കാരണം നമുക്ക് 2 സയൻസ് ഉണ്ട്. വൺ ഈസ് മോഡേൺ സയൻസ്. മോഡേൺ സയൻസ് കെയിം ഓൺലി 200 years back or less than that. But we have ancient wisdom. Ancient wisdom ആണ് നമ്മുടെ ഈ യോഗ. യോഗയിൽ മനസ്സിൻ്റെ നിലകൾ, ശരീരത്തിൻ്റെ പോസ്റ്റേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ അഗാധമായ പഠനങ്ങളും അഗാധമായ അറിവും അതിലുണ്ട്. ഘടയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത, യോഗസൂത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് നമുക്കുണ്ട്. നമ്മളത് സംസ്കൃതത്തിലാണ്. അതങ്ങനെ ഇരിക്കട്ടെ. അത് 5000-10000 വർഷത്തെ അറിവ്. ഇപ്പോൾ നമുക്കിത് രണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ വികസനമാണ് നമ്മൾ കാണുന്നത്. ഒരു ഉദാഹരണത്തിന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഇങ്ങനെ പിടിച്ച് നിർത്തുന്ന ഒരു രീതിയാണ് പ്രാണായാമം. പ്രാണായാമം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ അതുവഴി ശരീരത്തിൻ്റെ മുഴുവൻ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും. ഞാൻ എയിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി നടത്തിയിട്ട് 4 ദിവസമേ ആയുള്ളൂ. അയാൾക്കൊരു ഒരു 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 ചികിത്സാ രീതി കൊടുത്തിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ നിറച്ച് ഓക്സിജൻ കൊടുത്തിട്ട് അതിൽ 2 മണിക്കൂർ അവരെ ഇരുത്തുകയാണ്. 2 മണിക്കൂർ ഇരുത്തുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടി ആ ഓപ്പറേഷൻ്റെ വ്രണങ്ങളൊക്കെ പെട്ടെന്ന് ഹീലാവാനായിട്ട് സാധിക്കുന്നു. ശരിക്കും
പ്രാണായാമം എന്നുള്ള സങ്കല്പം ഇപ്പോൾ മോഡേൺ സയൻറ്റിഫിക് രീതിയിൽ മറ്റൊരു രീതിയിൽ ഒരു തെറാപ്പിയായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഒരുപാട് റിസർച്ച്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം PhD ചെയ്യുന്ന വിഷയം പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ പ്രാണായാമം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കുട്ടി റിസർച്ച് ചെയ്യുന്നത് ഈ ധ്യാനം ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ്സിന് എന്ത് മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ മോഡേൺ സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് യോഗയിൽ വരുന്നു. എല്ലാ കുട്ടികളും നല്ല ഉത്തരവാണ് പറഞ്ഞത്. ശരീരം മെലിയാനും നല്ല ആകർഷകമുണ്ടാകാനും യോഗ സഹായിക്കും. കായസ്യ കൃശതാ കാന്തി, സംസ്കൃതത്തിൽ വി ബിക്കം സ്ലിം ബ്യൂട്ടി. ഓക്കെ, കൃശത എന്ന് പറഞ്ഞാൽ സ്ലിം ആവുക, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭംഗി. ശരീരം മെലിയാൻ നല്ല ഭംഗി ഉണ്ടാവുകയും സർവ്വരോഗ നിവാരണം, ഇറ്റ് ക്യൂഴ്സ് യു ഫ്രം ഓൾ ഡിസീസ്. പിന്നെ മനസ്സ് ഇങ്ങനെ ചിന്തകളിങ്ങനെ പോണു, അതൊക്കെ ഏകീകരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ആ വെളുത്ത ഷർട്ടിട്ട കുട്ടി പറഞ്ഞു, ഇറ്റ് റീഷേപ്സ് യുവർ പേഴ്സണാലിറ്റി. അതാണ് കോർ ഓഫ് ദി യോഗ. യോഗയുടെ കോർ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് ചെയ്യണം, പക്ഷെ നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന എന്തോ ചെറിയ ഇന്നർ ബ്ലോക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് യോഗ സഹായിക്കും. ഇന്നർ ബീയിങ് ചേഞ്ചസ് ഇന്നർ കോർ ഓഫ് യുവർ ബീയിങ്. അച്ഛൻ ഒരു നല്ലൊരച്ഛനാകാനും, മകൻ ഒരു നല്ലൊരു മകനാകാനും, മകൾ നല്ലൊരു മകളാനും, അമ്മ ഒരു നല്ലൊരു അമ്മയാകാനും, മുത്തച്ഛൻ നല്ലൊരു മുത്തച്ഛനാകാനും ഒക്കെ യോഗ സഹായിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം. ഗർഭിണികളായിട്ട് ഉള്ളവരൊക്കെ യോഗ ചെയ്യുമ്പോൾ കാല് ഇങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല, ഇങ്ങനെ ചരിച്ചു വെച്ച് അവർക്ക് പ്രത്യേക രീതിയിലുള്ള യോഗ പ്രാക്ടീസ്. എനിബഡി ക്യാൻ ഡു യോഗ ആൻഡ് ഗെറ്റ് ദി ബെനിഫിറ്റ്. ഓക്കെ, അത്രയും വളരെ ഇതുണ്ട്. മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് സഹായിക്കും. നൗ ആൾ ഓഫ് യു ഗെറ്റ് അപ്പ്. നമുക്ക് ഒന്ന് ജോഗിങ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡ്. കാല് മുകളിലേക്ക്, നീസ് അപ്പ് 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 ഫാസ്റ്റ് 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 ഫാസ്റ്റ്. ബാക്ക്, കിക്ക് ബാക്ക്, ബാക്ക് 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 ആൻഡ് റിലാക്സ്. ഓക്കെ, ദീർഘമായിട്ട് ശ്വസിച്ചേ. ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് ലോങ് എക്സലേഷൻ. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. വീണ്ടും ഇൻഹേൽ, എക്സേൽ. ഇനി കൈ ഇങ്ങനെ ഉയർത്തിയേ. 3, 4, 5, 6, 7, 8. വെരി ഗുഡ്. ഇനി എത്ര പേർക്ക് സൂര്യ നമസ്കാരം അറിയാം? കൈപൊക്കെ പോരാ. ഓക്കെ, നമ്മൾ രണ്ട് സൂര്യ നമസ്കാരം ഇപ്പം ചെയ്യും. സൂര്യ നമസ്കാരം വലിയ കുട്ടികൾ കുറച്ച് 12 സൂര്യ നമസ്കാരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കൊച്ചുകുട്ടികൾക്കും ചെയ്യാം. ക്രമേണ ആദ്യം 2 ചെയ്യുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് 4 ആക്കുക. അതിനെ കൂട്ടി 12 എണ്ണം വരെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്തെന്നറിയോ, നമ്മുടെ പോസ്ചറൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ആവും, നല്ല സ്ട്രെയിറ്റ് ആവും. നമ്മുടെ പേഴ്സണാലിറ്റി വളരെ കറക്റ്റാവും. നമ്മൾ നടക്കുന്നതിൻ്റെ രീതികളും ഒക്കെ വളരെ അങ്കലാഘവത്വം, നമ്മുടെ ഗ്രേഷ്യസ് മൂവ്മെൻറ്റ്, നമ്മൾ നടക്കുന്നതൊക്കെ വളരെ അനായാസകരമായ, അത് യോഗയുടെ ഒരു ഫലമാണ്. ഓക്കെ, ബ്രഹ്മചാരി അജയ് വിൽ ഷോ യു 1 സൂര്യ നമസ്കാരം. വളരെ സിമ്പിളാണ്, നമുക്കത് ചെയ്യാം. ഇപ്പം ചെയ്യണ്ട, നോക്കിയിരുന്നാൽ മതി. കൈകൾ തൊഴുത് പിടിക്കണു, ലൈക്ക് ദീസ്. എന്നിട്ട് വിരലിൻ്റെ അറ്റത്തേക്ക് നോക്കണു. എന്നിട്ട് കൈ മാത്രം താക്കണം. ശ്വാസം എടുത്തോണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തണം. ഇവിടം വരെ വന്നിട്ട് ബെൻഡ് ബാക്ക്. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുമ്പോട്ട് ആഞ്ഞു വരണം. കൈകൾ സൈഡിൽ, ഇടത് കാല് പുറകിലേക്ക്. ഇടത് പാദം ഇങ്ങനെ പതിഞ്ഞിരിക്കട്ടെ. ഫീറ്റ് ഷുഡ് ബി ഫ്ലാറ്റ്. ഓക്കെ,
ദിസ്. ലുക്ക് അപ്പ്. ഓക്കെ, ആദ്യം ഇടത് കാല് പുറകിലിട്ട് പിന്നെ വലത് കാല് പുറകിലേക്ക്. വലത് കാല് പുറകിലിടുമ്പോഴത്തേക്ക് ഒരു ചരിച്ചിട്ട ബെഞ്ച് പോലെ, സ്ലാൻഡിങ് ബെഞ്ച്. ഓക്കെ, ഇപ്പോൾ 2 കൈ 2 കാല്. ഇനി 2 കാൽമുട്ട് തറയിൽ തൊട്ടെ. നൗ ലുക്ക് at me. 2 feet, 2 knees and 2 hands. How many parts are touching the floor? 6. Okay, now chest and forehead. ഓക്കെ, അപ്പോൾ 8 ഭാഗം ശരീരത്തിൻ്റെ തറയിൽ തൊടുന്നു. ഇതാണ് അഷ്ട എന്ന് പറഞ്ഞാൽ 8 ആണ് സംസ്കൃതം. സാഷ്ടാംഗ നമസ്കാരം. 8 parts of the body are touching the floor. Okay, now inhale and come. Okay, exhale, ഇൻവെർട്ടഡ് വി, ചരിച്ചിട്ട വി പോലെ. അപ്പോൾ ഈ പാദം, ഈ മുട്ട്, ഈ ഫീറ്റ് വന്ന് തറ തൊടാൻ ശ്രമിക്കണം. പൊക്കിളിലേക്ക് നോക്കണം, ചരിച്ചിട്ട വി പോലെ, ഇൻവെർട്ടഡ് വി. ഇനി വലത് കാൽമുട്ട് തറയിൽ തൊടട്ടെ. റൈറ്റ് നീ ടച്ച് ദി ഫ്ലോർ, ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ഓക്കെ, നൗ ലിഫ്റ്റ് ദി റൈറ്റ് നീ and come forward. Okay, inhale, come up, bend back, exhale, come forward. Okay, ചെയ്യാം. നമുക്ക് സൂര്യഭഗവാനാണ് ലോകത്തിൻ്റെ ശക്തിയുടെ സ്രോതസ്. നമ്മൾ ആഹാരം കഴിക്കുന്നു, ആ ആഹാരത്തിൽ എനർജി വരുന്നത് സൂര്യൻ്റെ നിന്നാണ്. ചെടികളിൽ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് ഫോട്ടോസിന്തസിസ് വഴി അത് ശേഖരിക്കുന്നതാണ് നമ്മൾ ആഹാരമായിട്ട് കഴിക്കും. അങ്ങനെ നമുക്ക് എനർജി കിട്ടുന്നത്. ഇപ്പം മീൻ കഴിക്കണോ, അതിൻ്റെയും എനർജി അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ടു ദി സൺ. ഓക്കെ, അപ്പോൾ സൂര്യനെ പ്രത്യക്ഷമായ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് കണ്ടുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ഉപാസന രീതി കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു മന്ത്രം ചൊല്ലിയിട്ട് ചെയ്യും. അപ്പോൾ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിന് ഓരോ വാക്കിന് അർത്ഥമുണ്ട്. മന്ത്രം എന്നുള്ള വാക്കിന് മനനാത് ത്രായതേതി മന്ത്ര, ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. ത്രാണനം ചെയ്യുന്ന രക്ഷിക്കുക. ഞാനത് പറഞ്ഞാൽ എന്നെ രക്ഷിക്കും, അജയ് പറഞ്ഞാൽ അജയ് രക്ഷിക്കും, ഗീതാദേവി പറഞ്ഞാൽ ഗീതാദേവി രക്ഷിക്കും, മോള് പറഞ്ഞാൽ മോളെ രക്ഷിക്കും. ആര് ചാൻറ്റ് ചെയ്തോലോ അവരെ അത് രക്ഷിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. രക്ഷിക്കുന്നതാണ് മന്ത്രം. ഓക്കെ, അപ്പം നമ്മൾ ഓം രവയേ നമ, ഓം രവയേ നമ സൂര്യൻ്റെ ഒരു പര്യായമാണ്. അത് ഉറക്കെ ചൊല്ലണം. ചൊല്ലിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, keep the legs together, come to the prayer position. prayer position എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരണ്ട, ഇങ്ങനെയും വരണ്ട, നടുവിൽ. ഓക്കെ, നമുക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടിയാണ് ഡീറ്റെയിലിങ്ങിലേക്ക് പോണത്. ഗിവ് എ ജെന്റിൽ പ്രഷർ ടു ദി പാം. കയ്യിലേക്ക് ചെറുതായിട്ടൊരു ശക്തി വരണതായിട്ട് മനസ്സിൽ ഭാവന ചെയ്യുക. വിത്തൗട്ട് ബെൻഡിങ് ദി ഹെഡ്, ലുക്ക് അറ്റ് ദി ടിപ്പ് ഓഫ് ദി ഫിംഗർ. വിരലിൻ്റെ അറ്റത്തേക്ക് നോക്കുക. ഇപ്പം ഞാൻ മന്ത്രം പറയും, ഉറക്കെ ഈ ഹാള് മുഴുവൻ കിടുങ്ങണം, ആ രീതിയിൽ ചൊല്ലണം. ഓം രവയേ നമഃ. ഇതുവരെ എനർജി ഇല്ല. ഉറക്കെ വളരെ ശക്തിയായിട്ട് ഓം രവയേ നമഃ. കൈകൾ താഴ്ത്തി കൊണ്ടുവരിക. കൈ മാത്രം ചലിക്കണു. ബ്രിങ് ഇറ്റ് അപ്പ് ടു ദി ഷോൾഡർ, ബെൻഡ് ബാക്ക്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് വരിക. ഇടത് കാല് പുറകിലേക്ക്, ഇടത് പാദം പതിഞ്ഞിരിക്കട്ടെ. ലിഫ്റ്റ് ദി ലെഫ്റ്റ് ലെഗ്. നൗ ദി റൈറ്റ് ലെഗ് ബാക്ക്. ചരിച്ചിട്ട ബെഞ്ച് പോലെ നിൽക്കട്ടെ. ഓക്കെ, നൗ ദി 2 feet and 2 hands are touching the floor. Now the 2 knees touch the floor. 6 ഭാഗം തറയിൽ തൊടുന്നു. ചെസ്റ്റ് ആൻഡ് ഫോർഹെഡ്. താടി, മൂക്ക് തറയിൽ തൊട്ട്, താടി തുറയിൽ തൊട്ട്. കമപ്പ്, ഭുജംഗാസനം. ശ്വാസം വിട്ടുകൊണ്ട് ചരിച്ചിട്ട പി പോലെ പൊക്കിലേക്ക് നോക്കുക. ഉപ്പൂറ്റി തറയിൽ തൊടാൻ ശ്രമിക്കുക. വേദന വരും, സാരമില്ല. പൊക്കിലേക്ക് നോക്കുക. നൗ ദി റൈറ്റ് ലെഗ്, റൈറ്റ് knee down, then the left leg forward. Look up.
Give a gentle pressure to the buttocks. Slowly lift your right leg and come forward. Inhale, come up. Bend back. Exhale. കൈകൾ തൊഴുത് പിടിക്കുക. കണ്ണടച്ചേ. ഇപ്പോൾ നോക്കൂ, ശരീരത്തിൻ്റെ ഇടത് ഭാഗം വളരെ ശക്തിയുള്ളതായിട്ട് കണ്ണടച്ച് നോക്കിയാലേ പറ്റൂ. വലത് ഭാഗം തളർന്ന പോലെ ഇരിക്കുക. കമ്പയർ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട് ഓഫ് ദി ബോഡി. ദീർഘമായിട്ട് ശ്വസിക്കുക. ഓക്കെ, ഒരെണ്ണം കൂടെ ചെയ്യാം. ഓക്കെ, കൈ തൊഴുത് പിടിക്കൂ. Give a gentle pressure to the palm. Imagine that some energy is coming to the palm. Look at the tip of the finger. ഉറക്കെ ഈ മന്ത്രം ചൊല്ലുക. ഓം മിത്രായ നമഃ. ശ്വാസം എടുത്തോണ്ട് കൈകൾ മാത്രം താഴണു. Bring it up. Bend back. Exhale, come forward. ഇനി വലത് കാല് പുറകിലേക്ക്. റൈറ്റ് ലെഗ് ബാക്ക്. ഇനി വലത് കാൽമുട്ട് പതുക്കെ ഉയർത്തിയിട്ട് ഇടത് കാല് പുറകിലേക്ക്. സ്ലാൻഡിങ് ബെഞ്ച്, ചരിച്ചിട്ട ബെഞ്ച് പോലെ നിൽക്കുക. ഇനി രണ്ട് കാൽമുട്ട് തറയത്തോടട്ടെ. കാൽമുട്ട് തറയത്തോട്ടെ. ഓക്കെ, ഇനി നെഞ്ച് നെറ്റി. ശ്വാസം എടുത്തുകൊണ്ട് മൂക്ക് തറയത്തൊട്ട് താടി തറയത്തൊട്ട് മുമ്പോട്ട് ആഞ്ഞ് ഭുജംഗാസനത്തിലേക്ക് വരിക. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് ചരിച്ചിട്ട വി പോലെ പൊക്കിലേക്ക് നോക്കൂ. ബാക്ക് ഓഫ് ദി ലെഗ്, സ്ട്രെച്ച് യുവർ ബാക്ക് ഓഫ് ദി ലെഗ്. ലുക്ക് അറ്റ് ദി നേവൽ. നൗ സ്ലോലി left knee touch the floor, then bring the right leg to the forward, like the forward. Okay, ഈ രണ്ട് കൈയും കാലും ഒരേ ലൈനിൽ വരിക. ലുക്ക് അപ്പ്. സ്റ്റേയിലേക്ക് എന്നെ നോക്കിയേ. ലിഫ്റ്റ് ദി ലെഫ്റ്റ് ലെഗ് ആൻഡ് കം ഫോർവേഡ്. ഇൻഹേൽ, കം അപ്പ്. സ്ട്രെച്ച് അപ്പ്, ബെൻഡ് ബാക്ക്. എക്സേൽ, റിലാക്സ്. കാൽമുട്ട്, ഈ മുട്ടിലെ ചിരട്ട ഇങ്ങനെ പുൾ ദി നീ ക്യാപ്പ് അപ്പ്. ആ ചിരട്ട ഇങ്ങനെ മസിൽ കൊണ്ട് മുകളിലേക്ക് വലിക്കുക. നെഞ്ചിങ്ങനെ മുമ്പിലേക്ക് തള്ളുക. വയറുള്ളിലേക്ക് പോട്ടെ. കൈകൾ ഷോൾഡറിൽ നിന്ന് താഴെ ഇങ്ങനെ നിൽക്കുക. ലെറ്റ് ദി ഹാൻഡ്സ് ഹാങ് ഫ്രം ദി ഷോൾഡർ. ചിൻ സ്ലൈറ്റ്ലി ഇൻവേർഡ്. ഇതാണ് താടാസനം. നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളുടെ വിശ്രമരീതിയാണ്. ദീർഘമായിട്ട് ശ്വസിക്കുക. ഡീപ്പ് ഇൻഹലേഷൻ, എക്സ്ഹലേഷൻ. ഇനി ഒന്ന് ശവാസനത്തിൽ വെറുതെ കിടന്നോളൂ. ജസ്റ്റ് ലൈ ഡൗൺ ഈ ശവാസന. ലെഗ്സ് അപ്പാർട്ട്, ഹാൻഡ്സ് അപ്പാർട്ട്. കാലുകൾ അകറ്റി വയ്ക്കുക, കൈകൾ അകറ്റി വയ്ക്കുക. റിലാക്സ് ചെയ്യുക. റിലാക്സ് യുവർ ഹോൾ ബോഡി. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ആ ഭാഗം മനസ്സുകൊണ്ട് ഒഴിയുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസത്തോടൊപ്പം ആ വേദന പുറത്തു പോകുന്നതായിട്ട് ഭാവന ചെയ്യുക. വെൻ യു ഇൻഹേൽ, ഇമാജിൻ, മെഡിറ്റേറ്റ് അറ്റ് ദി പോയിന്റ് വെയർ യു ഹാവ് പെയിൻ. മസാജ് ദി ഏരിയ വിത്ത് പ്രാണ. വെൻ യു എക്സേൽ, ലെറ്റ് ഓൾ ദി പെയിൻ ഗോ ഔട്ട് വിത്ത് ദി ബ്രീത്തിങ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 5 ഓം ഇൻ, 5 ഓം ഔട്ട്. 5 പ്രാവശ്യം ശ്വസിക്കുക. 4 ഓം ഇൻ, 4 ഓം ഔട്ട്. 3 ഓം ഇൻ, 3 ഓം ഔട്ട്. 2 ഓം ഇൻ, 2 ഓം ഔട്ട്. 1 ഓം, 1 ഓം ഔട്ട്. കാലുകൾ ചേർത്ത് വയ്ക്കൂ, കൈകൾ ചേർത്ത് വയ്ക്കുക. Brings the legs together, hands together.
വലത് കൈ മുകളിലേക്ക് ഉയർത്തുക, ഇടത് കാല് മടക്കി വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റിരിക്കുക. ഓക്കെ. ചെറിയ ഒരാസനം കൂടെ പഠിച്ചിട്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കും. നിവർന്നിരിക്കുക, കൈകളിങ്ങനെ സൈഡിൽ ഊന്നിട്ട് നിവർന്നിരിക്കുക. ബാക്ക് ഓഫ് ദി ലെഗ്സ് ടച്ചിങ് ദി ഫ്ലോർ, ഫീറ്റ് ഫേസിങ് യു. ഇനി വലത് കാല് മടക്കുക. ബെൻഡ് യുവർ റൈറ്റ് ലെഗ്. ഈ വലത് പാദം ഇടത്തെ തുടയിലോട്ട് ചേർന്നിരിക്കട്ടെ. ഓക്കെ. സിറ്റ് റെക്റ്റ്, നേരെ ഇരിക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തുക, ബോത്ത് ഹാൻഡ്സ് അപ്പ്. ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വിരലിൽ തൊടാൻ ശ്രമിക്കുക. വിരലിൽ എത്താൻ പറ്റാത്തവർ ഈ കാലിൽ പിടിച്ചാലും മതി. ദോസ് ഹു കനോട്ട് ഹോൾഡ് ദി ഫീറ്റ്, ദേ ക്യാൻ ഹോൾഡ് ദി ആങ്കിൾസ്. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് തല കുനിക്കുക. 3 പ്രാവശ്യം ശ്വസിക്കുക. ഇൻഹേൽ, എക്സേൽ. ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ കുനിയുക. ഇൻഹേൽ, എക്സേൽ. വൺസ് മോർ. ഇൻഹേൽ, എക്സേൽ. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക, ശ്വാസം വിടുക. വീണ്ടും ഇൻഹേൽ, കമപ്പ്, എക്സേൽ. കാല് നിവർത്തുക, റിലാക്സ് ചെയ്യാം. ഓക്കെ. നൗ കമ്പയർ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദി ലെഗ്. ലെഫ്റ്റ് സൈഡ് ഈസ് മോർ ആക്റ്റീവ്, റൈറ്റ് സൈഡ് ഈസ് വീക്ക്. ഇനി ഇടത് കാല് മടക്കുക. ബെൻഡ് യുവർ ലെഫ്റ്റ് ലെഗ്. ഇൻഹേൽ, ഹാൻഡ്സ് അപ്പ്. Exhale, come forward, hold the fingers. Inhale, head up. Exhale, come forward. Stay there. 3 പ്രാവശ്യം ശ്വസിക്കുക. 1, 2, 3. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക, ശ്വാസം വിടുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. എക്സേൽ. കാലുകൾ നിവർത്തി വയ്ക്കൂ, റിലാക്സ് ചെയ്യാം. ദീർഘമായിട്ട് ശ്വസിക്കൂ. ഡീപ്പ് ഇൻഹലേഷൻ, ലോങ് എക്സലേഷൻ. കാലുകൾ ചേർത്ത് വയ്ക്കൂ. വീണ്ടും കൈകൾ ഒരുമിച്ച് ഉയർത്തിയേ. സ്ട്രെച്ച് അപ്പ്, സ്ട്രെച്ച് അപ്പ്. എക്സേൽ, ബെൻഡ് ഫ്രം ദി വെരി ബാക്ക്. ഹോൾഡ് ദി തംബ്. ഇൻഹേൽ, ഹെഡ് അപ്പ്. എക്സേൽ, കം ഫോർവേഡ്. എത്ര വരെ പോകാൻ പറ്റുമോ അവിടെ വരെ പോയാൽ മതി. അവിടെ നിൽക്കുക. 3 പ്രാവശ്യം ശ്വസിക്കുക. ഡീപ്പ് ഇൻഹലേഷൻ, എക്സേൽ. അഗൈൻ ഇൻഹേൽ, എക്സേൽ. വൺസ് മോർ, ലാസ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക, അവിടെ ശ്വാസം വിടുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക. സ്ട്രെച്ച് അപ്പ് ആൻഡ് എക്സേൽ. റിലാക്സ് ചെയ്യാം. ഇനി സുഖാസനത്തിലിരിക്കൂ. നമുക്ക് എപ്പോഴൊക്കെ നമുക്കൊരു ഏകാഗ്രത കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, രാവിലെ എണീറ്റു ഒരു ശക്തിയില്ല, പഠിക്കാനൊരു മൂഡ് വരുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ടിപ്പ് പ്രയോഗിച്ചാൽ പെട്ടെന്ന് ഏകാഗ്രതയാവും. അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗത്തിന് വിളിച്ചു, ടീച്ചേഴ്സൊക്കെ ഇരിക്കുകയാണ്, നമുക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ, പെട്ടെന്ന് ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടു, പെട്ടെന്ന് ഭയങ്കര ഇതായി, പാനിക്കായി, ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആരുടെ അടുത്തെങ്കിലും ദേഷ്യപ്പെട്ടു, നമ്മളാരെങ്കിലും വഴക്ക് പറഞ്ഞു, ചേച്ചിയെ വഴക്ക് പറഞ്ഞു, ചേട്ടനെ വഴക്ക് പറഞ്ഞു, അപ്പോൾ ഇത് ചെയ്താൽ മതി. ഇത് ചെയ്തിട്ട് വീണ്ടും പോയി വഴക്കുണ്ടാക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളാരെങ്കിലും വഴക്ക് പറഞ്ഞു, ചെയ്താൽ മതി. ഓക്കെ. ഹൗ വി ആർ ഗോയിങ് ടു ഡു ഈസ് ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ് അപ്പ്. ഓക്കെ. ചൂണ്ടുവിരലിങ്ങനെ മടക്കിയേ, അടുത്ത മോതിരവിരൽ മടക്കിയേ. അതർ 2
other 2 feet together, other 2 fingers together. Okay? ഇനി തള്ളവിരൽ ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയേ. Bend your thumb. Okay. Bring his hands down. Okay? This is the mudra for pranayama, but we are not doing pranayama here. Okay? ഇനി ഈ തള്ളവിരൽ വെച്ചിട്ട് ഈ കണ്ണിൻ്റെ അടി വെച്ചോന്ന് നിന്ന് തൊട്ടേ. അവിടെ ഒരു എല്ലുണ്ടല്ലേ, അതിങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒരു കുഴിയിലെത്തും. പ്രസ് വിത്ത് ദ തം. ക്ലോസ് ദി റൈറ്റ് നോസ്ട്രിൽ വിത്ത് ദ തം. ഓക്കെ, പെർഫെക്റ്റ് ക്ലോസിങ്. ഇനി മോതിര വിരൽ വെച്ചിട്ട് ഇടത്തെ കണ്ണിൻ്റെ താഴെ തൊട്ടേ. അവിടെ ഒരു എല്ലുണ്ട്, ഇങ്ങനെ താഴോട്ട് സ്ലൈഡ് ചെയ്യാം. ബ്രിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, ക്ലോസ് ദി ലെഫ്റ്റ് നോസ്ട്രിൽ. തള്ളവിരൽ ഒഴിച്ചിട്ട് വലതുവശത്ത് അടച്ചു പിടിക്കണു. മോതിര വെള്ളം വെച്ചിട്ട് ഇടതുവശം അടച്ചു പിടിക്കും. കൈകൾ താഴ്ത്തി വയ്ക്കൂ. നിവർന്നിരിക്കൂ. സിറ്റർ. ഓക്കെ. എന്ത് നമ്മൾ ശ്വാസനക്രിയ എന്ത് ചെയ്താലും നട്ടെല്ല് നിവർന്നിരിക്കണം. ഓക്കെ. ഇനി ചെയ്യണത് ഇടതുവശത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കണു, വലതിലൂടെ വിടണു. വീണ്ടും വലതിലൂടെ എടുക്കണു, ഇടതിലൂടെ വിടണു. അത്രേ ഉള്ളൂ. ഇൻഹേൽ ത്രൂ ദി ലെഫ്റ്റ്, എക്സേൽ ത്രൂ ദി റൈറ്റ്. അഗൈൻ ഇൻഹേൽ ത്രൂ ദി റൈറ്റ്, എക്സേൽ ത്രൂ ദി ലെഫ്റ്റ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ശ്വാസം പുറത്തേക്ക് വിടുന്നത് എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം വിടുക. 4 ഓം കൊണ്ടെടുക്കുക, 8 ഓം കൊണ്ട് വിടുക. വീണ്ടും 4 ഓം കൊണ്ടെടുക്കുക, 8 ഓം കൊണ്ട്. ദാറ്റ്സ് ആൾ. വെരി സിമ്പിൾ. ഓക്കെ. സിറ്റ് റൈറ്റ്, ക്ലോസ് ദി റൈറ്റ് നോസ്ട്രിൽ. ഇടതിലൂടെ ശ്വാസം എടുക്കുക. 1 ഓം, 2 ഓം, 3 ഓം, 4 ഓം. ക്ലോസ് ദി ലെഫ്റ്റ്, എക്സേൽ റൈറ്റ്. 1 ഓം, 2 ഓം, 3 ഓം, 4 ഓം, 5 ഓം, 6 ഓം, 7 ഓം, 8 ഓം. വലതിലൂടെ തന്നെ ശ്വാസം എടുക്കുക. 2 ഓം, 3 ഓം, 4 ഓം. വലതടയ്ക്കുക, ഇടതിലൂടെ ശ്വാസം വിടുക. 1 ഓം, 2 ഓം, 3 ഓം, 4 ഓം, 5 ഓം, 6 ഓം, 7 ഓം, 8 ഓം. അഗെയിൻ ഇൻഹേൽ ലെഫ്റ്റ്. 2 ഓം, 3 ഓം, 4 ഓം. ക്ലോസ് ദി ലെഫ്റ്റ്, എക്സേൽ റൈറ്റ്. 1 ഓം, 2 ഓം, 3 ഓം, 4 ഓം, 5 ഓം, 6 ഓം, 7 ഓം, 8 ഓം. Inhale right. Close the right, exhale left. 1 ഓം, 2 ഓം, 3 ഓം, 4 ഓം, 5 ഓം, 6 ഓം, 7 ഓം, 8 ഓം. ഒരു പ്രാവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്തേ. ഇടതിലൂടെ ശ്വാസം എടുക്കുക. 1 ഓം, 2 ഓം, 3 ഓം, 4 ഓം. ഇടതടയ്ക്കുക, വലതിലൂടെ ശ്വാസം വിടുക. 4 ഓം, 5 ഓം, 6. വീണ്ടും വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ വിടുക. കാരണം നമ്മുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാവും. ശവാസനത്തിൽ കിടക്കുക. കാലുകൾ അകറ്റി വയ്ക്കുക, കൈകൾ അകറ്റി വയ്ക്കുക. ദീർഘമായിട്ട് ശ്വസിക്കുക. കാലുകൾ അകറ്റി വയ്ക്കുക. കൈകൾ ആകാശത്തേക്ക് തുറന്നിരിക്കട്ടെ. ലെറ്റ് ദി പാംസ് ഫേസിങ് ദി സ്കൈ. ഓക്കെ. കണ്ണുകൾ അടയ്ക്കുക. കാൽ വിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. കാൽ വിരലുകൾ പൂർണ്ണമായും വിശ്രമം പ്രാപിക്കുകയാണ്. കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഫീറ്റ്സ് ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. ഐ എം റിലാക്സിങ് മൈ കാഫ് മസിൽസ്. See that there is no tension on the calf muscles. My calf muscles are getting relaxed and relaxed. കാൽമുട്ടുകളിലേക്ക് ശ്രദ്ധിക്കുക. തുടകളിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തുടയിൽ പ്രാണൻ വരുന്നതായും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തുടയിലുള്ള വേദനയെല്ലാം ശ്വാസത്തോടൊപ്പം പുറത്ത് പോണതായിട്ടും ഭാവന ചെയ്യുക. Each inhalation and exhalation bring more and more relaxation. I am relaxing my buttocks muscles. അരക്കെട്ടിലേക്ക് ശ്രദ്ധിക്കുക. See that there is no tension in any muscle there. I am relaxing my buttocks. Inhale, exhale. വയറിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയരുന്നു, ശ്വാസം വിടുമ്പോൾ വയറ് താഴുന്നു. വയറിലുള്ള ആന്തര അവയവങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കുക. സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്പ്ലീൻ, കിഡ്നി, ലിവർ. All the internal organs in the abdomen are getting relaxed and relaxed. I'm relaxing my chest muscles. നെഞ്ചിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസത്തോടൊപ്പം നെഞ്ച് ഉയരുന്നു, താഴുന്നു. I'm relaxing my heart. ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കുക. ഹൃദയത്തിൻ്റെ ശബ്ദം, ലെഫ്റ്റ് അപ്പ്
Try to hear the sound of the heart. My heart is fully relaxed. Relaxed. I'm relaxing my fingers of the hands. Feel your fingers. I'm relaxing my wrists. I'm relaxing my elbows, upper arms, biceps, tricep muscles are getting relaxed. കൈകളുടെ ഭാരം അറിയാൻ കഴിയും. ഭൂമിയുടെ ആകർഷണം. Both hands are fully relaxed. Relaxed and relaxed. I'm relaxing my neck muscles. Feel the point where the head is touching the floor. I'm relaxing my forehead. Cheek muscles are getting relaxed. Lips are getting relaxed. Try to hear a sound very far away. I'm relaxing my ears. I'm relaxing my eyes, eyebrows. Focus at the point in between the eyebrows. It's called the Ajna Chakra. The whole body is fully relaxed, relaxed and relaxed. ശരീരത്തിൽ യാതൊരു ടെൻഷനുമില്ല, യാതൊരു ആകാംക്ഷയും ഭയവുമൊന്നുമില്ല. ശരീരത്തിലെ യാതൊരു ചലനവുമില്ല. ശ്വാസത്തിൻ്റെ നേരിയൊരു ചലനം മാത്രമേ ഉള്ളൂ. Don't forcefully take the air. Let the air go in and out spontaneously. മനസ്സിലേക്ക് നോക്കുക. മനസ്സിൽ നല്ല ചിന്തകളുണ്ടാകുന്നു, അതുപോലെ തന്നെ ചീത്ത ചിന്തകളുണ്ടാവും. Don't get panic about the negative thoughts coming in the mind. It's the nature of the mind to have negative thoughts. ചീത്ത ചിന്തകളുണ്ടാവുന്നത് മനസ്സിൻ്റെ സ്വാഭാവികതയാണ്. നല്ല ചിന്തകൾ പോലെ തന്നെ ചീത്ത ചിന്തകളും ഉണ്ടാവും. അത് സാക്ഷിയായിട്ട് കാണാൻ ശ്രമിക്കുക. My whole body and mind are fully relaxed, relaxed, relaxed. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നയനോം ഇൻ. ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ നയനോം ഔട്ട്. 8 ഓം ഇൻ, 8 ഓം ഔട്ട്. വീണ്ടും 7 ഓം ഉള്ളിലേക്ക്, 7 ഓം പുറത്തേക്ക്. 6 ഓം ഉള്ളിലേക്ക്, 6 ഓം പുറത്തേക്ക്. Count till we reach 1. കാൽവിരലുകൾ സാവകാശം അനക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈവിരലുകൾ അനക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. വലത് കൈ ഉയർത്തി തലയുടെ പുറകിലേക്ക് കൊണ്ടുവരിക. പുറകിലങ്ങ് വയ്ക്കുക. ഇടത് കാല് മടക്കുക. Bend your left leg and turns towards right. കാൽമുട്ട് തറയിൽ വന്ന് തൊടട്ടെ. വീണ്ടും നെറ്റി വന്ന് തറയിൽ തൊടട്ടെ. നെറ്റി വന്ന് തറയിൽ തൊടട്ടെ. അങ്ങനെ കിടക്കുക. Let the forehead touch the floor. നമ്മുടെ ദൈവത്തിൻ്റെ, അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പാദത്തിൽ നെറ്റി പതിയുന്നതായിട്ട് ഭാവന ചെയ്യുക. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും യോഗയുടെ പരിശീലനത്തിനും അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. Slowly come up and sit. കൈകൾ ഇങ്ങനെ ചേർത്തുരയ്ക്കുക. മുഖം, തലയുടെ പിറകുവശം, ഷോൾഡർ, നെഞ്ച്, ബട്ടക്സ്, നീസ് അപ് ടു ദി ടോ. കൈകളിങ്ങനെ കുറയുക. നമ്മൾ യോഗയുടെ ഒരു ചെറിയൊരു പഠനമാണ് നടത്തിയത്. അതിലുണ്ടായ ആ നിശബ്ദതയിൽ ആസ്വദിച്ച് സാവകാശം ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. കൈകൾ തൊഴുതു പിടിക്കൂ. ശാന്തി മന്ത്രം ചൊല്ലും. അസതോമാ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. തമസോമാ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണേ. മൃത്യോർമ്മ അമൃതംഗമയ. മരണത്തിൽ നിന്ന് അമൃതത്തിലേക്ക് നയിക്കണേ എന്നത് ആദ്യത്തെ മന്ത്രം. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികൾക്കും ശാന്തി ഉണ്ടാകണേ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ.
ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ ജ്യോതിർഗമയ മൃത്യോർമാ മൃത്യോർമാ അമൃതം ഗമയ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ലോകാഃ ഓം ലോകാഃ സമസ്താഃ സമസ്താഃ സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. കുനിഞ്ഞ് നമസ്കരിക്കുക. കാലുകൾ നീട്ടി റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ. താങ്ക് യു സ്വാമിജി. വളരെ മനോഹരവും ഉപകാരപ്രദവുമായ ഈ ഒരു സെഷന് നേതൃത്വം നൽകി നമ്മുടെ സമ്മർ ക്യാമ്പിന് തുടക്കമിട്ടതിന് ഏറെ നന്ദി. സ്വാമിജിയുടെ ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യാനും അവരുടെ തെറ്റുകൾ തിരുത്താനും ഒക്കെ ആയിട്ട് ശ്രീ അജയ് കുമാർ സാറും ശ്രീമതി ഗീതാ ദേവി മാമും ഉണ്ടായിരുന്നു. രണ്ടാളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് അമൃത ടി വിയുടെ സ്നേഹോപഹാരം നൽകാനായിട്ട് അമൃത ടി വി ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ സാറിനെയും പ്രൊമോ ആൻഡ് സ്പിരിച്വൽ ഡിവിഷൻ ഹെഡ് ശ്രീ ദിലീപ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you, sir.